കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയെ കണ്ടെത്തി. വയനാട് വൈത്തിരിയിൽ നിന്നാണ് ഹർഷാദിനെ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയവർ വൈത്തിരിയിൽ ഇറക്കി വിടുകയായിരുന്നു. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, ഹർഷാദിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം? വിനീത, ഈ കേസുമായി ബന്ധപ്പെട്ട് വടകര റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പ്രതികളിലേക്ക് പോലീസ് എത്തിയ സമയത്താണ് ഹർഷാദിനെ വഴിയിൽ ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വയനാട് വൈത്തിരിയിൽ കാറിൽ നിന്ന് ഹർഷാദിനെ ഇറക്കി വിടുന്നത്. തുടർന്ന് ഹർഷാദ് മറ്റൊരു ബൈക്കിൽ കയറി ബസ് സ്റ്റോപ്പിൽ എത്തുകയും അവിടെയുള്ള കടയിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെ ആണ് നാട്ടിൽ വിവരം അറിയുന്നത്. അതിനുശേഷം വയനാട്ടിൽ നിന്ന് KSRTC ബസ് കയറി ഹർഷാദ് അടിവാരത്ത് എത്തുകയായിരുന്നു. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനോട് ഹർഷാദ് പറഞ്ഞിരിക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം 8ഓളം വരുന്ന സംഘമുണ്ട്, കാറിലാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന്റെ പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരിയിലെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഹർഷാദ് പുലർച്ചെ ഒരു 12:30 മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരികയും തുടർന്ന് സ്വന്തം കാർ എടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് ഹർഷാദിനെ കാണാതാവുകയായിരുന്നു. പോലീസിൽ പരാതി നൽകി. പിന്നീട് വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. മലപ്പുറത്താണ് താനുള്ളത്, 10 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട വീട്ടിലേക്ക് ഫോൺ വരികയും ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ താമരശ്ശേരി അമ്പായത്തോട് വെച്ച് ഹർഷാദിന്റെ കാർ കണ്ടെത്തി പോലീസ്. കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നിരുന്നു. പോലീസ് പറയുന്നത് ഹർഷാദ് പോകുന്ന സമയത്ത് മറ്റ് കാർ ഉപയോഗിച്ച് ഈ കാർ തടഞ്ഞു നിർത്തുകയും ബലം പ്രയോഗിച്ച് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം കോട്ടയ്ക്കിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. താമരശ്ശേരി കാരാടി ഭാഗത്തുള്ളവർ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളതെന്നും പോലീസ് പറയുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. വിനീത. ശരി, സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നും വിവരം.